ഹായ് നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജൂലൈ 2 കേട്ടോ. ജൂലൈ 2 കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഒന്നിന്റെ നമ്മൾ ചെയ്തു, ഒന്ന് പഠിച്ച് രണ്ട് പഠിച്ച് അങ്ങനെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പഠിക്കുക എളുപ്പം. കാരണം നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഏത് കറണ്ട് അഫയറിന്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായാലും നിങ്ങൾ ഇതിൽ പറയുന്ന 90% കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഭയങ്കര കോൺഫിഡൻസ് വരും. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പിന്നെ നമുക്ക് പഠിത്തത്തിൽ സമയം കുറച്ച് തോന്നുന്ന കണക്കാണ് നമ്മൾ തോന്നുന്നത്. നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് തോന്നത്തില്ല. പഠിച്ച് നമ്മൾ ഒരുപാട് കവറപ്പ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത് കേട്ടോ. കാരണം ഏതൊരു പരീക്ഷ പോയി അറ്റൻഡ് ചെയ്താലും നല്ലൊരു മാർക്ക്, ഗുഡ് മാർക്ക് നമുക്ക് കിട്ടുന്നു. ബി കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ പോയി പരീക്ഷ എഴുതിയാൽ മാത്രം മതി ആ ഒരു ലെവലിലോട്ട് എത്തുന്നത്. സോ പഠിച്ചാലേ അത് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ശരി, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്തായാലും ഈ CPO പരീക്ഷ എഴുതിയ ആൾക്കാരൊക്കെ കുറച്ച് ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ തന്നെ പറ്റും. കാരണം 10,000 പേര് അപേക്ഷിച്ച സ്ഥലങ്ങളിൽ 14,000 പേര് എഴുതാതെ 6,000 ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ ഈ പരീക്ഷ എഴുതിയിട്ടില്ല എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. എക്സ് ഓർ വൈ എനിക്കറിയില്ല, പക്ഷേ എന്റെ കണക്ക് കൂട്ടല്ലേ പേഴ്സണൽ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അത് വരുന്നത് അങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റൂലല്ലോ. പ്രഡിക്ഷൻസിൽ ഞാൻ പറയുന്നു കട്ട് ഓഫ് ഒക്കെ വളരെയധികം താഴും. 50 റേഞ്ച് ആയിരിക്കും കട്ട് ഓഫ്. ഏതെങ്കിലുമൊക്കെ ബറ്റാലിയനിൽ 45 വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിലും കുറഞ്ഞേക്കാമെന്നും. അത് ഇടുക്കിയൊക്കെയാണ് ഞാൻ പറയുന്നത്, എല്ലായിടത്തും അല്ല. ചിലയിടത്ത് 55, എന്തായാലും 55 മുകളിലോട്ട് ഒരു കട്ട് ഓഫ് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതുപോലെ 46 ഒക്കെ ആയിരിക്കും, 46 to 52, 3 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവരും മാർക്കൊക്കെ ഇടുക്കിയിലൊക്കെ ഒരു 48, 49 ഒക്കെ ഉള്ളവർക്ക് ഫിസിക്കൽ ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. ഉറപ്പായും നല്ല ഒരു 90% നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബൈ ചാൻസ് ഇപ്പോൾ കട്ട് ഓഫ് 50 വന്ന് അല്ലെ 51 വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല. ചെറിയ ലിസ്റ്റാണ്. എന്നിരുന്നാലും ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു വലിയ ലിസ്റ്റ് ആയിരിക്കും ഇവിടെ ഇടുന്നത്. നമുക്ക് പോസിറ്റീവും നെഗറ്റീവ് വശവും രണ്ടും കൂടെ താരതമ്യം ചെയ്തേ ഒരു ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം പറയുന്ന ഒരാൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു ഡെഫിനറ്റ്ലി ഞാൻ കണക്ക് കൂട്ടുന്നത് ഇടുക്കിയിലൊക്കെ ഒരു 46 ഒക്കെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. MSP അതുപോലെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ മാറ്റിവെച്ച കട്ട് ഓഫ് കൂടാൻ സാധ്യതയുള്ള ഏരിയകളിലൊക്കെ കട്ട് ഓഫ് ഒരു 53 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില KP2 ഒക്കെ പോലെയുള്ള പ്രദേശങ്ങളിൽ കട്ട് ഓഫ് KP3 അവിടെയൊക്കെ കട്ട് ഓഫ് കൂടേണ്ടതാണ്. പക്ഷെ അവിടേക്കും കട്ട് ഓഫ് 50 താഴെ വരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ അനുമാനിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ജൂലൈ 2 കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 3 വർഷത്തെ വിലക്ക് പിൻവലിച്ച മലയാളി താരമാരാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ മറന്നു പോകും. ശ്രീശാന്ത് ഒക്കെ ഒരുപാട് നാളായില്ലേ ക്രിക്കറ്റിൽ നിന്നൊക്കെ വിടപെട്ടിട്ട് അല്ലേ. ഓക്കെ, അപ്പൊ ശ്രീശാന്തിനാണ് ആ ഒരു സാധ്യത കിട്ടിയത്. കേരള ഇപ്പൊ ഒരുപാട് അയാൾ ഏജ് ഒക്കെ ആയി എങ്കിലും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇടപെടൽ പ്രകാരം അവര് 3 വർഷത്തെ വിലക്ക് ശ്രീശാന്തിന് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ചോദ്യം വേണമെങ്കിൽ വരാൻ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ എഴുതണമെന്നില്ല. അടുത്തത് N ശേഷാദ്രിനാഥൻ. PSC പരീക്ഷയ്ക്ക് ഇനി വരാൻ പോകുന്നതിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടിക്ക് മാർക്ക് കൊടുത്തേക്കാം. N ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ആള് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാനൊക്കെ മാറി അല്ലേ. അപ്പൊ ആരാണ്? N ശേഷാദ്രിനാഥനാണ്. VBG രാംജി. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ 2026 ജൂലൈ 1 ഉദ്ഘാടനം ചെയ്തു. അന്ന് പറഞ്ഞ കറണ്ട് അഫയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന് പ്രകാരം ഏറ്റവും ഉയർന്ന വേതനം കൊടുത്തിരിക്കുന്നത് സിക്കിമിലാണ് കേട്ടോ. സിക്കിമിലാണ് 409 രൂപ വേതനം കൊടുത്തേക്കുന്നത്. എവിടെയാണ്? ഹരിയാനയിലാണ്. ഹരിയാനയിൽ 409 രൂപ വേതനം കൊടുത്തു. നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എതിർപ്പ് വരും, ഞാൻ പറയാതെ. അപ്പൊ 450 രൂപ സിക്കിമിൽ കൊടുത്തിട്ടുണ്ട്. 409 രൂപ, 50 മാറിപ്പോലും. 450 സിക്കിമിലും 409 ഹരിയാനയിലുമാണ്. 401 കേരളത്തിലാണ് കേട്ടോ. കേരളത്തിൽ 401 കേരള എന്ന് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമെങ്കിലും കേരളം എന്ന് തന്നെയാണ് പറയേണ്ടത് കേട്ടോ. കേരളം ആണ് കറക്റ്റ്. ഓക്കെ, തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 മാറ്റി. കേന്ദ്ര സംസ്ഥാന വിഹിതം 90-10 ആയിരുന്നു, അത് മാറ്റി 60-40 ആക്കി. കേന്ദ്രത്ത് നിന്നും 60%, സംസ്ഥാനത്ത് നിന്നും 40% ഇതിനായിട്ട് ഫണ്ട് വിഹിതം കണ്ടെത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ചെറിയ എതിർപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ മാറ്റവും ഉടനെ ഒന്നും വരൂലായിരിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ VBG രാംജി പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹരിയാനയാണ്. കാരണം 450 സിക്കിമിൽ കൊടുക്കുന്നുണ്ടെങ്കിലും സിക്കിമിൽ പൊതുവായിട്ട് കൊടുക്കുന്നത് 300 ഈ 450 എന്ന് പറയുന്ന 3 പഞ്ചായത്തുകളിൽ മാത്രമേ ഉള്ളൂ. അത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങൾ ലാച്ചൻ, ലച്ചൂങ്, നാഥാങ്. ലാച്ചൻ, ലച്ചൂങ്,
നാഥാങ്, ഈ പറയുന്ന 3 പ്രദേശത്ത് മാത്രമേ സിക്കിമിന് 450 രൂപ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ 300 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഹിമാചൽ പ്രദേശിലും ഇങ്ങനെയാണ്, ചില പ്രദേശങ്ങളിൽ 300 കൊടുക്കുന്നത്, ചില അപൂർവ പ്രദേശങ്ങളിൽ അതിനേക്കാൾ കൂടിയ വേതനം കൊടുക്കുന്നുണ്ട്. അപ്പം 409 ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ, കേരളത്തിൽ 401 രൂപയാണ്, സിക്കിമിൽ 450, 3 പ്രദേശം ലാച്ചൻ, ലച്ചൂങ്, നാത്താങ് എന്ന് പറയുന്ന പ്രദേശം, അല്ലെങ്കിൽ 300. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഹരിയാന തന്നെയാണ് ഉത്തരം. ഓക്കെ, അടുത്തത് വിജയ മേത്ത, അടുത്തിടെ അന്തരിച്ച, സോറി ഇതിന് മുമ്പ് ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും കേട്ടോ, പറയാൻ വിട്ടുപോയി. വിജയ മേത്ത അന്തരിച്ചിരിക്കുന്നു. അവരാരെന്ന് വെച്ചാൽ സിനിമ നാടക മേഖലയിൽ നടിയും അതുപോലെ സംവിധായക കൂടിയാണ് വിജയ മേത്ത. ഒന്ന് ഓർത്തിരിക്കുക, വിയോഗങ്ങൾ ചോദിക്കാറുണ്ട്. മറ്റൊരു വിയോഗം വിക്ടർ വില്ലീസ് എന്ന് പറയുന്നത് പ്രശസ്തമായ ഗായകനാണ്. അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ബാൻഡിന്റെ പേര് വില്ലേജ് പീപ്പിൾ എന്നാണ്, അമേരിക്കൻ ഗായകനാണ് കേട്ടോ. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. വിക്ടർ വില്ലീസ് അന്തരിച്ചിരിക്കുന്നു. അയാളുടെ ബാൻഡിന്റെ പേരെന്താണ്? വില്ലേജ് പീപ്പിൾ എന്ന മ്യൂസിക്കൽ ബാൻഡിന്റെ സഹസ്ഥാപകനും ഗായകനുമായ വിക്ടർ വില്ലീസ് അന്തരിച്ചിരിക്കുന്നു. വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് വീണ്ടും 1 വർഷത്തേക്ക് പുനർനിയമനം ലഭിച്ച വിദേശകാര്യ ഇന്ത്യയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ വിദേശകാര്യ സെക്രട്ടറി ആര് തന്നെ? വിക്രം മിശ്രി തന്നെ. അദ്ദേഹത്തിന് വീണ്ടും 1 കൊല്ലത്തേക്ക് കൂടെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. സോ അത് വേണമെങ്കിൽ ഒരു കറണ്ട് അഫയർ ആയിട്ട് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആര് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം, വിക്രം മിശ്രിയാണ്. ശരി, നമുക്ക് അടുത്ത് പോവാം. സംഗീതിക പുരസ്കാരം, ഇത് വലിയൊരു തുകയുള്ള പുരസ്കാരം ഒന്നും അല്ല കേട്ടോ, പക്ഷെ പത്രത്തിൽ ഇത്തിരി വലുതായിട്ട് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. സംഗീതിക പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. ഒന്നാമത്തെ ആൾ കാവാലം ശ്രീകുമാറിനും പിന്നെ വയലാർ ശരത്ചന്ദ്ര വർമ്മയ്ക്കുമാണ് ലഭിച്ചത്. സംഗീതിക പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്, കാവാലം ശ്രീകുമാറിനും പിന്നെ വയലാർ ശരത്ചന്ദ്ര വർമ്മയ്ക്കുമാണ് ലഭിച്ചത്. എന്താണ് സംഗീതിക പുരസ്കാരം? ഓക്കെ, അടുത്തത് ഇതൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലഭിച്ച ആളിന്റെ ഇമ്പോർട്ടൻസ് വെച്ചാണ്. ഇത് ലഭിച്ചിരിക്കുന്നത് ISROയുടെ മുൻ ചെയർമാനായ S സോമനാഥിനാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. രാമചന്ദ്രൻ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ S സോമനാഥിനാണ്. മുൻ ISRO ചെയർമാനായ S സോമനാഥിനാണ് രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്തത്. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തീർന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ തീർക്കുന്നില്ല. ഇത് ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് തീർത്താൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന PSC പരീക്ഷയുണ്ട്, അതിൽ ചോദിച്ച ചോദ്യം ഇതാണ്: റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമുക്ക് കിട്ടൂല. AP അനിൽകുമാറാണ് ഉത്തരം. AP അനിൽകുമാറാണ് റവന്യൂ വകുപ്പ് മന്ത്രി കേട്ടോ. അത് ചോദിച്ചു. സോ മന്ത്രിമാരും വകുപ്പുകളും നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം, എന്തായാലും ചോദിക്കും. അപ്പൊ പുതിയതായിട്ട് നടന്ന PSC പരീക്ഷയിൽ ചോദിച്ചു ഓൾറെഡി. ഇപ്പൊ റീസെന്റ് മന്ത്രിസഭ വന്നതിന് ശേഷം തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വന്നു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇത് ചോദിക്കും. പെട്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എഴുതൂല. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഇത് ചെറിയ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ആയതുകൊണ്ടാണ് ഇതും കൂടെ ഉൾപ്പെടുത്തി ഒരു വലിയ സെക്ഷനായിട്ട് മാറ്റുന്നത്. ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. മൊത്തം 21 മന്ത്രിമാരുണ്ട്. ഓക്കെ, പഠിക്കാനുണ്ട്. മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണ്. സോ പഠിക്കണം. VD സതീശൻ മുഖ്യമന്ത്രി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനം, ആഭ്യന്തര അദ്ദേഹമല്ല. ആഭ്യന്തര ആരാണ്? ആഭ്യന്തര രമേശ് ചെന്നിത്തലയാണ്. ചെന്നിത്തലയുടെ കീഴിലാണ് പോലീസ് സംഘടന പോകുന്നത്, പോലീസ് പോകുന്നത്. ഓക്കെ, പോലീസ്, ഫയർഫോഴ്സ്, ജയിൽ വകുപ്പൊക്കെ പോകുന്നത് അദ്ദേഹത്തിന്റെ ഇതിലാണ്. ഓക്കെ, അപ്പം ധനകാര്യം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? VD സതീശനാണ്. ധനകാര്യം എന്ന് പറഞ്ഞാൽ പൈസ, മെയിൻ ആൾ തന്നെ പൈസ കൈകാര്യം ചെയ്തത് ധനകാര്യം. അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെ നിയമവും കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. നിയമം കൈകാര്യം ചെയ്യുന്നത് അതില്ല, നിയമവകുപ്പും VD സതീശൻ തന്നെയാണ്. ധനകാര്യം അദ്ദേഹം തന്നെയാണ്. ധനകാര്യം ആകുമ്പോൾ എന്തും വരും, ടാക്സ് നികുതികളുണ്ടല്ലോ, നികുതികൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. ഇനി റെയിൽവേ അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പോർട്ട്, തുറമുഖം അദ്ദേഹമാണ്. ഓക്കെ, തുറമുഖം. അപ്പൊ എന്തൊക്കെയാണ് എളുപ്പം കിട്ടൂല? ധനകാര്യം കിട്ടും. പിന്നെ നിയമം അദ്ദേഹമാണ്, ടാക്സ് നികുതികൾ അദ്ദേഹമാണ്, റെയിൽവേ അദ്ദേഹമാണ്, പിന്നെന്താണ് പോർട്ട്, തുറമുഖം അദ്ദേഹമാണ്. ഇത് കൂടാതെ ഒരുപാട് വേറെ വകുപ്പുകളുണ്ട്, ഒരുപാടുണ്ട്. ശാസ്ത്രം, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാന്നും ഇല്ല. ഈ ഒരു 5 എണ്ണം പഠിച്ചു വെച്ചാൽ ഇതിനെ ചോദിക്കുള്ളൂ കേട്ടോ. ചെന്നിത്തല ആഭ്യന്തരമുണ്ട്, പിന്നെ വിജിലൻസ് ഉണ്ട് അല്ലേ? വിജിലൻസ് പോലീസ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ എന്താണ് കയറുണ്ട് കേട്ടോ, ഇതൊന്ന് പഠിച്ചു. കയർ വകുപ്പ് ചെന്നിത്തല. ഓക്കെ, രമേശ് ചെന്നിത്തല. ഓക്കെ, അടുത്ത K മുരളീധരൻ ആരോഗ്യവും ദേവസ്വമാണ്. പഠിക്കാൻ പറ്റും. മുരളീധരൻ എന്ന് പറഞ്ഞാൽ മുരളി ആലോചിക്കുമ്പോൾ കൃഷ്ണന് ഓർമ്മ വരും. അപ്പൊ നമ്മള് ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ദേവസ്വവും കിട്ടും. എന്താണ് മുരളി വെച്ച് K മുരളീധരൻ കിട്ടും. പിന്നെ എന്താണ് നമ്മുടെ ആരോഗ്യവും കിട്ടും. അതിൽ കുടുംബക്ഷേമവും വരുന്നുണ്ട് കേട്ടോ, ഒന്ന് ഓർത്തിരിക്കണേ, കുടുംബക്ഷേമം. ഓക്കെ, സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്നത് സണ്ണ് സൂര്യനല്ലേ? അപ്പൊ വൈദ്യുതി കിട്ടൂലേ? വൈദ്യുതി കിട്ടും. പിന്നെ സൂര്യനല്ലേ പരിസ്ഥിതിയിൽ വെട്ടമൊക്കെ അടിക്കുന്നത്. അപ്പൊ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ആരായിരുന്നു? അത് പിണറായി വിജയനായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് വൈദ്യുതിയും പരിസ്ഥിതിയും ആലോചിച്ച് നോക്കുക. ആരാണ്? സണ്ണി
ജോസഫ് ആണ്. സണ്ണി ജോസഫ് സൺ ആലോചിച്ച് കഴിഞ്ഞാൽ വൈദ്യുതിയും പരിസ്ഥിതിയും കിട്ടും. ഇനി മോൻസ് ജോസഫ് ജലവിഭവം ജലസേചനം വാട്ടർ അതോറിറ്റിയൊക്കെയാണ് കേട്ടോ. അപ്പൊ ജലവിഭവം വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ജലവിഭവ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൻസ് ജോസഫ് ആണ്. മോൻ എന്ന് പറയുമ്പോൾ കൊച്ചല്ലേ വെള്ളമൊക്കെ തട്ടിത്തെറിപ്പിച്ച് കളിച്ച് വെള്ളത്തിൽ കളിക്കുന്നത്. അപ്പം മോൻസ് ജോസഫ് ആണ് ജലവിഭവം. ഓക്കെ, അടുത്തത് അനൂപ് ജേക്കബിന്റെ മന്ത്രിയുടെ വകുപ്പുകൾ നോക്കാം. അനൂപ് ജേക്കബ് ഭക്ഷ്യം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ഭക്ഷ്യ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ആണ്. സോ ഭക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യ സിനിമ അറിഞ്ഞൂടെ? നിവിൻ പോളി ഭയങ്കര ഫുഡി ആയപ്പം തടി വെച്ചില്ലേ? അപ്പൊ അത് വെച്ച് അനൂപ് ജേക്കബ് വെച്ച് ജേക്കബിന്റെ സ്വർഗരാജ്യം നിവിൻ പോളി ഭയങ്കര ഫുഡി ആയിരുന്നു, തടി വെച്ചു. അപ്പൊ ഭക്ഷ്യ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് കിട്ടിയില്ലേ? അത് കിട്ടിയാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉപഭോക്തൃ കാര്യം കിട്ടും, പിന്നെ സിവിൽ സപ്ലൈസും കിട്ടും. ഫുഡിന് വേണ്ടി സിവിൽ സപ്ലൈസ് മവേലി സ്റ്റോറിൽ പോകൂലേ? ഓക്കെ, അടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലി എന്ന് പറയുമ്പോൾ കുഞ്ഞാലി മരക്കാരനെ ആലോചിക്കാം, തുറമുഖം ആലോചിക്കാം, അവിടെയാണ് വ്യവസായം നടക്കുന്നതെന്ന് അറിയാം. അപ്പൊ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായമാണ്. കുട്ടിയല്ലേ? കുട്ടിയാകുമ്പോൾ ആ കുട്ടികൾക്ക് IT-യിലല്ലേ വളരെ താല്പര്യമുള്ള വിവര സാങ്കേതിക വിദ്യയും AI ഒക്കെ ഉപയോഗിക്കുന്ന വകുപ്പ് വരുന്നത് ആരെയാണ്? പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ഈസി ആയിട്ട് പഠിക്കാം. സി പി ജോൺ ഗതാഗതം. സർ CP വഴി നടക്കൽ സമരം, അതിനൊക്കെ എന്താണ് ഈ ആൾക്കാരുടെ ദുരാചാരത്തിനൊക്കെ സർ CP അല്ലേ മുന്നിൽ നിന്ന്. അപ്പം ഗതാഗതം, ആൾക്കാരുടെ സഞ്ചാരത്തെ ആയിട്ട് ബന്ധപ്പെട്ട് സർ CP നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് CP ജോണിനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഗതാഗതം പഠിക്കാൻ പറ്റും. CP ജോൺ ഇങ്ങനെ വെച്ച് നമുക്ക് ആലോചിച്ച് വയ്ക്കാൻ പറ്റും. ഇനി അടുത്ത AP അനിൽകുമാർ റവന്യൂ. അത് ഇങ്ങനെയുള്ള ചിലതൊക്കെ ഞാൻ പഠിച്ചു വെച്ചാൽ നമുക്ക് പരിചയക്കാരായ അനിൽകുമാർ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ഒന്ന് കണക്ട് ചെയ്യുക. അതിന് കണക്ട് ചെയ്ത് റവന്യൂയിലേക്ക് പോവുക. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവന്റെ പേര് അനിൽകുമാർ എന്നാണ്. അവന് എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അങ്ങനെയല്ല ഒരുപാട് ചെലവും ഒക്കെ ഉള്ള ഒരാളാണ്. ചിലവെന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലവാക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അപ്പൊ ഒരുപാട് സാമ്പത്തിക പ്രവർത്തനം. അപ്പൊ റവന്യൂ. അപ്പൊ AP അനിൽകുമാർ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ആലോചിക്കും, റവന്യൂ എനിക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളും കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചാൽ എളുപ്പമാണ്. ഓക്കെ, അടുത്ത എൻ ഷംസുദ്ദീൻ നമുക്കറിയാം വിദ്യാഭ്യാസമല്ലേ. വിദ്യാഭ്യാസം കൂടാതെ അവിടെ ന്യൂനപക്ഷ ക്ഷേമം കൂടെ വരുന്നുണ്ട്. അതൊന്ന് ആലോചിച്ചോണം. വിദ്യാഭ്യാസം കുറഞ്ഞു പോകുന്നത് ന്യൂനപക്ഷക്കാർക്കാണ്. അപ്പൊ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ആലോചിച്ചോണം. എൻ ഷംസുദ്ദീൻ കിട്ടും. ഇനി റോജി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉയരത്തിലുള്ള ഒരാളായിട്ട് ഉന്നതമായ ഒരാളായിട്ട് കണക്കാക്കണം. റോജി ജോൺ. അങ്ങനെ ചിലതൊക്കെ ഒരു ഐഡിയ ഒക്കെ വെച്ച് എല്ലാത്തിനും കോഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല്ല. അതുകൊണ്ടാണ് കോഡ് ഉണ്ടാക്കുമാര് പറ്റും, പക്ഷെ എല്ലാത്തിനും എന്നെ കൊണ്ട് പറ്റൂല. അപ്പം ചിലതൊക്കെ നമ്മളെല്ലാം പഠിച്ചു. റോജി ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. സർവകലാശാല അതൊക്കെ വരും. ഓക്കെ, ഇനി PC വിശ്വനാഥ് വരുന്നതെന്ന് വെച്ചാൽ വിഷ്ണു എന്ന് കേൾക്കുമ്പോൾ മഹാവിഷ്ണു ആലോചിച്ചാൽ മതി അല്ലേ? ഒരു സംസ്കാരമല്ലേ ആ ഹിന്ദുസത്തിന്റെയൊക്കെ. അപ്പം എന്താണ് സാംസ്കാരികം PC വിശ്വനാഥാണ് എന്ന് പഠിക്കാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിന്റെ ടൂർ ഉണ്ട്, ടൂറിസവും സാംസ്കാരികത്തിന്റെ ഭാഗമല്ലേ. ടൂറിസം നമ്മൾ അതൊക്കെ കണ്ട് രസിക്കുന്നത് അല്ലേ. അപ്പൊ ടൂറിസവും സാംസ്കാരികവും PC വിഷ്ണുനാഥാണ് കിട്ടും. ഇനി അടുത്തത് ബിന്ദു കൃഷ്ണ. സത്യം പറഞ്ഞ ഈ എല്ലാ മന്ത്രി എനിക്കും അറിഞ്ഞൂടേട്ടാ, ഞാൻ ഇതിലൂടെ അങ്ങ് പഠിച്ചെടുക്കണേ. ബിന്ദു കൃഷ്ണ ഉള്ളത് സത്യം പറയണല്ലോ. എന്നിട്ട് എനിക്ക് ഇല്ലാന്ന് ഇപ്പൊ ചോദിച്ചാൽ എനിക്കും അറിഞ്ഞൂടാ. ഒരു ശൈലിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ സർവ്വവിജ്ഞാന കോശം ഒന്നും ആവാൻ പറ്റൂലല്ലോ എല്ലാവർക്കും. അതിന്റെയൊക്കെ ഏതെങ്കിലും ഒരു കോണിലെങ്കിലും ഒരു അറ്റത്ത് കിടക്കണം, എന്നാലേ നമുക്കത് ഉപയോഗമുള്ളൂ. ഓക്കെ, അപ്പം അതൊക്കെ ഒരു അംശമൊക്കെ ആയാൽ മതി. ഒരു സർവ്വവിജ്ഞാന കോശത്തിന്റെ ഒരു അംശമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. ബിന്ദു കൃഷ്ണയാകുമ്പം തൊഴിലുണ്ട്. പിന്നെ വനിതാ ശിശു വികസനം, വനിതാ ശിശു ക്ഷേമം വരുന്നുണ്ട്. വനിതയല്ലേ, അപ്പൊ വനിതാ ശിശു ക്ഷേമം ബിന്ദു കൃഷ്ണ അവർ മെയിൻ ആയിട്ടുള്ള മന്ത്രിയല്ലേ. പിന്നെ എന്താണ് തൊഴിൽ വരുന്ന അവർക്കാണ്, തൊഴിൽ വകുപ്പ് അവർക്കാണ്. അതുപോലെ ക്ഷീര വികസനവും മൃഗസംരക്ഷണവും വരുന്നുണ്ട്. ക്ഷീരവും മൃഗവും കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും വകുപ്പുണ്ട്, നിസ്സാരക്കാരിയല്ല. അടുത്തത് ലിജു ലൈസൺ ആവുക എന്ന് പറയൂലേ. നമ്മൾ ഒരാളുമായിട്ട് ലൈസൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹകരണത്തിലാണ് പോകുന്നതെന്നാണ് അർത്ഥം അല്ലെ. ലൈസൺ ആണ് എന്ന് പറയും. അപ്പൊ ലിജു ലൈസൺ തമ്മിൽ കണക്ട് ചെയ്ത് സഹകരണ വകുപ്പ് കിട്ടും, സഹകരണമാണ്. അതുപോലെ ഈ ലൈസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആകുമ്പോൾ എന്താണ് അങ്ങോട്ട് കഞ്ചാവൊക്കെ പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൈസൺ ആയിട്ട് ഒരു സഹകരണം വേണം, അതായത് പിടിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പം ലൈസൺ ആലോചിച്ച് കഴിഞ്ഞാൽ ലിജു ലൈസൺ, സഹകരണവും എക്സൈസും കിട്ടും. സഹകരിച്ചില്ലെങ്കിൽ എക്സൈസ് പിടിച്ചെടുത്തോണ്ട് പോയേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പുറത്ത് KM ഷാജി തദ്ദേശ സ്വയംഭരണമാണ്. ഇത് ഏതോ ഒരു എല്ലാവർക്കും തെറ്റുപറ്റും, ഏതോ ഒരു പ്രധാനപ്പെട്ട ഒരു ചാനൽ കയറി ഇട്ടേക്കണത് തെറ്റിച്ചാണ്. ഓക്കെ, ഞാൻ അത് അപ്പോഴാണ് അങ്ങനെയാണ് ഞാൻ ടോപ്പിക് എടുത്ത് നോക്കുന്നത്.
കാരണം 2 തവണ റിപ്പീറ്റ് ഉത്തരം വന്നു. അപ്പം തദ്ദേശ കെ എം ഷാജി ഏത് വകുപ്പെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് കിട്ടിയത്. തദ്ദേശ സ്വയംഭരണം പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ AP അനിൽകുമാറാണ് ഇപ്പൊ ഇത് ചോദിച്ചത്. ഓക്കെ, തദ്ദേശ സ്വയംഭരണം കെ എം ഷാജിയാണ്. ഷാജി തദ്ദേശ സ്വയംഭരണം. അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഷാജി വക്കീൽ, ഇവിടുത്തെ മെയിൻ ഒരു വക്കീലാണ് ഷാജി വക്കീൽ എന്ന് പറഞ്ഞത്. കെ എം ഷാജി പഞ്ചായത്ത് അങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് കെ എം ഷാജി. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പിന്നെ ഞാൻ ഇനി ഒരിക്കലും മറക്കൂല. ഓക്കെ, അടുത്ത PK ബഷീർ. PK ബഷീർ പൊതുമരാമത്താണ്. പൊതുമരാമത്ത് പീലല്ലേ തോന്നാം. PK ബഷീർ പൊതുമരാമത്ത് PWD. ഓക്കെ, ഇനി അടുത്തത് VE. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അടിയിലോട്ട് കിടക്കുന്നത്. അടിയിലുള്ളതാണെന്ന് പറഞ്ഞാൽ ഒഴിവായി കളയില്ല. VE അബ്ദുൾ ഗഫൂർ. VE അബ്ദുൾ ഗഫൂർ. എന്തൊക്കെയാണ്? ഫിഷറീസ് ചോദിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ തവണയൊക്കെ. പിന്നെ സാമൂഹിക നീതി, ഇത് ഒരു PSC ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന ഒരു കുട്ടിക്ക് ചോദിച്ചിട്ട് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചു. അപ്പം ഫിഷറീസും സാമൂഹിക നീതി വകുപ്പും ആരെന്ന് ചോദിച്ചാൽ VE അബ്ദുൾ ഗഫൂർ ആണ്. കിട്ടോടെ ഞാൻ പറഞ്ഞുതരാം. ഗഫൂർക്ക ദോസ്ത് എന്ന് പറയുന്നത് നമ്മൾ നാടോടിക്കല്ല ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഗഫൂർക്ക ദോസ്തിനെ ആലോചിച്ചാൽ അപ്പൊ അബ്ദുൾ ഗഫൂർ. ഫിഷറീസ്, അവർ കടൽ നീന്തിയല്ലേ പോകുന്നത്, ഫിഷറീസ് അത് കണക്ട് ചെയ്യാം. അതേപോലെ അവർ നീതി അവർക്ക് കിട്ടിയില്ല, അവർക്ക് ജോലി കിട്ടിയില്ല, അവരെ പറ്റിച്ച് സാമൂഹ്യ നീതി കിട്ടിയില്ല. അപ്പം അബ്ദുൾ ഗഫൂർ VE അബ്ദുൾ ഗഫൂർ. ഗഫൂർക്ക ദോസ്തിനെ ആലോചിച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ നീതി കിട്ടിയില്ല, പിന്നെ നീന്തി പോയി. അപ്പൊ ഫിഷറീസ് പഠിക്കാം. T സിദ്ദിഖ്, ഞാൻ ഉത്തരം എഴുതാത്ത എന്താണ്? കൃഷിയാണ് കേട്ടോ, കൃഷി. ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സന്ദേശ സിനിമയിൽ, സന്ദേശമല്ലേ, സന്ദേശ സിനിമയിൽ കൃഷി ഓഫീസർ ആയിട്ടാണ് സിദ്ദിഖ് ഉള്ളത്. അപ്പൊ ആ സീനൊക്കെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് കൃഷി വകുപ്പാണ് എന്നൊരു കാര്യം. T സിദ്ദിഖ് ആണ്. പിന്നെ KA തുളസി എന്ന് പറഞ്ഞ വനിതയാണ്. പിന്നെ അടുത്ത അവർക്ക് കൊടുത്തേക്കുന്ന മൊത്തം പിന്നോക്ക വിഭാഗക്കാർക്കാണ് ആയിട്ടുള്ളതാണ്. SC-ക്കാര്, ST-ക്കാര്, പിന്നെ പിന്നോക്ക വിഭാഗം. ഈ 3 വകുപ്പിനും വേണ്ടിയിട്ടാണ് KA തുളസി മന്ത്രി ഉള്ളത്. OJ അനീഷിനെ ഉൾപ്പെടുത്താത്ത മെയിൻ കാര്യമുണ്ട്, കായികം അല്ലെ. കായികം, യുവജനക്ഷേമം ഒരുമിച്ചേ വരത്തുള്ളൂ. പിന്നെ പുരാവസ്തു കൊണ്ടുണ്ട് കേട്ടോ, പുരാവസ്തു. നമുക്ക് കുറച്ചൊന്ന് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. VD സതീശൻ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ധനകാര്യം, നിയമം, പിന്നെന്താ തുറമുഖം വരുന്നുണ്ട്, ടാക്സ് വരുന്നുണ്ട്, റെയിൽവേ വരുന്നുണ്ട്, അത് കിട്ടി. പിന്നെ ചെന്നിത്തല ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ആഭ്യന്തരം കിട്ടും, വിജിലൻസ് കിട്ടും, അത് ഞാൻ പറഞ്ഞ ഫയർഫോഴ്സ്, പോലീസ്, പിന്നെ എന്തോ ഇതും വരും, ജയിലും വരും. അപ്പൊ കയറുണ്ട്, ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ മുരളീധരൻ പ്രാർത്ഥിക്കുന്ന അല്ലെ, മുരളി ആരോഗ്യം, ദേവസ്വം. സണ്ണി ജോസഫ് വൈദ്യുതി ഉണ്ട്, പരിസ്ഥിതി ഉണ്ട്. പിന്നെ മോൻസ് ജോസഫ്, മോന് വെള്ളം കളിക്കുന്നപ്പോൾ ജലവിഭവം കിട്ടും. അനൂപ് ജേക്കബിന്റെ സ്വർഗരാജ്യം, ഭക്ഷ്യവകുപ്പ്. പിന്നെ എന്താണ്? ഉപഭോക്തൃ കാര്യം. പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല, സിവിൽ സപ്ലൈസ്. PK കുഞ്ഞാലി ആകുമ്പോൾ വ്യവസായം കിട്ടും, കുട്ടിയാകുമ്പോൾ IT, പിന്നെ എന്താണ് AI കിട്ടും. CP ജോൺ സർ CP ആലോചിച്ച് ഗതാഗതം കിട്ടും. AP അനിൽകുമാർ എന്റെ കൂട്ടുകാരൻ, റവന്യൂ, സാമ്പത്തിക ഇടപാട്. ഓക്കെ, ഇപ്പൊ ചോദിച്ചതാണ്. പിന്നെ N ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം. പിന്നെ ഉന്നത വിദ്യാഭ്യാസം വരുമ്പോൾ GM ജോൺ. ഓക്കെ, PC വിഷ്ണു സാംസ്കാരികം, ടൂറിസം. ബിന്ദു കൃഷ്ണ തൊഴിലുണ്ട്, വനിതാ ശിശു ക്ഷേമമുണ്ട്, ക്ഷീര മൃഗ വികസനം ക്ഷേമം അത് വരുന്നുണ്ട്. M ലിജു ലൈസൺ ആണ്, സഹകരണം, എക്സൈസും വരുന്നുണ്ട്. KM ഷാജി വക്കീൽ, തദ്ദേശ സ്വയംഭരണം, പഞ്ചായത്ത് ഒക്കെ ലോക്കലായിട്ടുള്ള. PK ബഷീർ പൊതുമരാമത്ത്. പിന്നെ VE അബ്ദുൾ ഗഫൂർക്ക ദോസ് നമ്മൾ പറഞ്ഞു, ഫിഷറീസ്. പിന്നെ എന്താണ്? പിന്നെ സാമൂഹ്യ നീതി, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ T സിദ്ദിഖ് സിനിമ ആലോചിച്ച കൃഷി കിട്ടും. പിന്നെ KA തുളസി SC വകുപ്പ്, ST വകുപ്പ്, പിന്നോക്ക വകുപ്പ്. OJ അനീഷ് കായികം, യുവജനകാര്യം, പുരാവസ്തു. ഞാൻ ഇത്രയും പഠിച്ചില്ലേ, നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പാടും?